ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് 6ാമത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ കഞ്ഞിയുടെ റെസിപ്പി വേണമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ആണോ അതോ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോ അറിയാൻ വയ്യ കേട്ടോ. ഏതോ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഉണ്ടായിരുന്നു, കഞ്ഞിയുടെ റെസിപ്പി കാണിക്കണമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് ആ റെസിപ്പി കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന എരിശ്ശേരി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഷോർട്സ് ഇന്നലെ രാത്രി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ജോലികളിലൊന്നും ഒരു മാറ്റവും ഇല്ല. റമദാനായാലും ജോലികൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ നോമ്പുകാർ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ ആഹാരം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ എൻ്റെ പതിവ് ജോലികളിൽ തന്നെ കടന്നിട്ടുണ്ട്. കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാനായിട്ട്. അപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ വന്നതിന് ശേഷമാണ് പാത്രം കഴുകാനൊക്കെ ആയിട്ട് നിന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അടുത്ത സമയത്ത് തൊട്ട് കണ്ടു തുടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഞാൻ ഈ വീടിനകത്ത് വെച്ച് കഴുകുമ്പോഴത്തേക്കും അതെന്താ അകത്ത് വെച്ച് കഴുകുന്നതെന്ന് തോന്നും. ഞങ്ങൾക്ക് സിങ്ക് ഇല്ല കേട്ടോ. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ ഒരു ബേസൺ ഉണ്ടോ, ഈ സ്റ്റീലിൻ്റെ ഈ ബേസണിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കഴുകുന്നത്. ആദ്യം ഒരു വെള്ളം കഴുകും. അതിന് ശേഷം ഈ ബേസണിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് സോപ്പിട്ട് ആദ്യം ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഇതിലിട്ടിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സിങ്കില്ല. വേസ്റ്റ് വെള്ളം നമ്മൾ കൊണ്ട് കളയുക ചെയ്യുന്നത്. പുറത്ത് പച്ചക്കറിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ വെള്ളത്തിന് ക്ഷാമം വന്നതിന് ശേഷം ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി തന്നെയാണ് ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുപോയി കഴുകുന്നത്. ഇന്നിപ്പോൾ എന്തോ മടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ, അടുക്കളയുടെ അകത്ത് തന്നെ നിന്ന് കഴുകി കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പെരക്കാവൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു 3 മണിക്ക് ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കഷ്ടിച്ചൊരു പോണിക്കുള്ള കഞ്ഞിയാട്ടോ വെക്കുന്നത്. അപ്പോഴത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ പച്ചമല്ലി, വറുക്കാത്ത മല്ലി ഉണ്ടല്ലോ, വറുക്കാത്ത മല്ലി വേണം. പിന്നെ വലിയ ജീരകം വേണം കേട്ടോ, വലിയ ജീരകം. അപ്പോൾ വലിയ ജീരകം നമ്മുടെ ഗരം മസാലയിൽ കിടക്കുന്ന വലിയ ജീരകം, ചെറിയ ജീരകം അല്ല കേട്ടോ, വലിയ ജീരകം വേണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അല്ല എന്നുണ്ടെങ്കിൽ ചുക്കാണ് ഇടേണ്ടത് കേട്ടോ. ചുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇഞ്ചി ഇട്ടാൽ മതി. ചെറിയൊരു പീസ് ചുക്ക് വേണം. പിന്നെ പച്ച ഉലുവ വേണം. അപ്പോൾ ഉലുവ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇതെല്ലാം കുരുമുളകും വലിയ ജീരകം അതുപോലെ ചുക്ക് മല്ലി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ 1 പോണി അരിയാണ് ഇടുന്നതെങ്കിൽ 1 സവാള എടുക്കണം. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 മുളക് എടുത്തിട്ടുണ്ട്, സാമ്പാർ മുളക്, അധികം എരിവില്ലാത്ത മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പില വേണം. അപ്പോൾ നമ്മൾ അടുപ്പിലെ വെള്ളം വെച്ച് കൊടുക്കുമ്പോഴത്തെ തന്നെ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അരി കഴുകി ഇടുക. അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. പിന്നെ ഇനി അരപ്പരച്ചിടേണ്ട കാര്യമുള്ളൂ കേട്ടോ കഞ്ഞിക്ക്. അപ്പോൾ എന്തായാലും പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി കഞ്ഞി, കാരണം നമ്മൾ അകത്ത് മീൻകറിയൊക്കെ വെക്കുമായിരുന്നേ. അപ്പോഴെന്തായാലും അത് വേവുന്ന സമയത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോവും. അപ്പോൾ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങോട്ട് കഞ്ഞി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഞ്ഞിക്ക് കൂട്ടാൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മത്തങ്ങയും ചേമ്പിൻ്റെ വിത്തും പച്ചക്കായും കൂടെയൊക്കെ ഇട്ടിട്ട് എരിശ്ശേരി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. വറുത്തെരിശ്ശേരി വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ വൻപയറൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എരിശ്ശേരിക്ക് വൻപയർ ഇടുമല്ലോ എന്ന് വിചാരിക്കേണ്ട, ഞാൻ ഇടുന്നില്ല. ഇടുന്നവരുണ്ട്, ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഇട്ടും വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിന്ന് ഇടുന്നില്ല. പിന്നെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞിട്ട് കുക്കറിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുക്കറിലോട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയുടെ കാര്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കഞ്ഞിയുടെ വെള്ളം വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിലും കൂടെ ഇട്ട് കൊടുത്തെങ്കിലേ അരിയുടെ ആ ചോറ് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മഞ്ഞ കളർ പിടിക്കത്തുള്ളൂ കേട്ടോ. പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ബാക്ക് അടിച്ചിട്ടൊന്ന് കണ്ടു വയ്ക്കാൻ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടാന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടയാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിലേക്ക് കൊച്ചുള്ളി, തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്കും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കടുക് വറുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോക്കറ്റ് ഷവർമയായിരുന്നു കേട്ടോ. ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ്, എല്ലില്ലാതെ നല്ല കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു. കുറച്ച് ചിക്കൻ്റെ പീസ്, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒന്ന് പുരട്ടി നല്ല രീതിയിൽ ഒന്ന് മസാല തേച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം എടുത്തൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. മൊരിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇതായത് വന്നാൽ മതി. എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളിത് എടുക്കണം കേട്ടോ. ഒരുപാട് മൊരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണം. അപ്പം നല്ല മൊരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറുമുറായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ തൊട്ടപ്പുറത്ത് പ്ലേറ്റിൽ ഞാൻ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളൊരു ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അടിച്ചെടുക്കുക. അന്ന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കനൊക്കെ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർലിക് തൂം ഉണ്ടാക്കണം. അപ്പം മയോണൈസ് ഉണ്ടാക്കുന്നവർക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് തൂം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. അതായത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. സൺഫ്ലവർ ഓയിലാട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയുടെ വെള്ള, കുറച്ച് മുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഒഴിക്കരുത്. മയോണൈസിനാണ് നാരങ്ങാനീര് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറുകി ഇരിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുറുകി ഇരുന്നാൽ മതി. എന്നാലൊട്ട് ലൂസായി പോവുകയും ചെയ്യരുത്. മയോണൈസിനെ പോലെ ഇങ്ങനെ നല്ല കുറുകി കട്ടി പോലെ ഇരിക്കേണ്ട, ക്രീം പോലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് തൂമിനാണ്. അതുകൊണ്ടാണ് ഞാൻ അതുണ്ടാക്കിയത്. അതെല്ലാം മയോണൈസ് ഉണ്ടാക്കുന്നവർക്ക് മയോണൈസ് ഉണ്ടാക്കാം. പക്ഷേ മയോണൈസിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമുണ്ട്, സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. ഇതാകുമ്പോൾ അത്രയ്ക്ക് വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഒരുപാട് കട്ടിക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒരുപാട് കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മുട്ടയുടെ വെള്ളയ്ക്കാണ് കേട്ടോ. പിന്നെ അതിനാവശ്യത്തിനുള്ള പച്ചക്കറി വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് നല്ല നൂൽ പരുവത്തിന്, നൂഡിൽസ് പരുവത്തിന് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കുനുകുന അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റുമാണ് കുറച്ച് അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ കുരുകുര ഒന്ന് അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലിയ രീതിയിലൊന്നും ആക്കിയെടുക്കരുത്. നമുക്കറിയാമല്ലോ ഷവർമയുടെ പീസിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. ചിലർ സവോള നല്ല നീളത്തിന് തിന്നാക്കി ഇങ്ങനെ കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുന്നതാവും നല്ലത്. കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ ഇവിടെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ചിക്കനൊക്കെ വറുത്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടല്ലോ. അത് എന്ത് ചെയ്യാൻ, 10-15 മിനിറ്റ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചില സമയങ്ങളിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില വീഡിയോ 1-2 വീഡിയോ ഒക്കെ 15 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ചില സമയങ്ങളിലേ നമുക്കത് ഒക്കത്തുള്ളൂ. ചിലപ്പോൾ അത് കിട്ടത്തില്ല. സ്റ്റോറേജിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മുട്ടയുടെ വെള്ളയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 2 ബ്രെഡ് ചേർത്തിട്ട് വേണം
മുട്ടയുടെ കൂട്ടിലേക്ക് മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുക്കിയിട്ട് നല്ല രീതിയിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടി വലിയ ബ്രെഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടും, നല്ല അടിപൊളി ലുക്കിലൊക്കെ കിട്ടും. നമുക്കുള്ളത് തീരെ ചെറിയ ബ്രെഡിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ബ്രെഡും മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊടിച്ച് വെച്ചതും അതുപോലെ ഗാർലിക് തൂമും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആക്കണം കേട്ടോ. പച്ചക്കറിയൊക്കെ അതിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് മിക്സായി വരണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചു. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ ഷവർമയുടെ പോക്കറ്റ്, അതായത് ബ്രെഡ് പോക്കറ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ വെച്ച് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കോണോട് കോൺ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന രീതിയിൽ കോണോട് കോണും കട്ട് ചെയ്യാൻ നല്ല ഇതാണ് കേട്ടോ. എങ്ങനെ വേണേലും നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാം, കുഴപ്പമില്ല, എങ്ങനെ വേണേലും ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ പോക്കറ്റാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വിടർത്തുന്ന സമയത്ത് രണ്ട് വശവും കൂടെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതല്ലേ, മുട്ടയുടെ കൂട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുത്തത്. അതുകൊണ്ട് രണ്ട് രീതിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരുപാട് പിടിച്ച് അകത്താനായിട്ട് നിൽക്കരുത്. അപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈദമാവൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നാൽ ആ ലുക്കൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും, ബോറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നെടുത്തിട്ട് വിടർത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു എന്താണ് ഷവർമയുടെ കൂട്ടെല്ലാം കൂടെ വെച്ച് കൊടുക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡിൻ്റെ അത്രയൊന്നും വേണ്ട. ഞാനങ്ങനെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടാക്കിയില്ല കേട്ടോ. അതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള കൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹകരിക്കണം. അതുപോലെ ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, അതിലും സന്തോഷമുണ്ട്. പിന്നെന്താ, നിങ്ങളുടെ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ, സ്റ്റാറ്റസൊക്കെ വെക്കാം. അപ്പോൾ അങ്ങനെയും കൂടിയൊക്കെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയും നമുക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ആയിട്ട് ആൾക്കാർ വരട്ടെ, നമ്മുടെ ചാനലും ഒന്ന് വളരട്ടെ. പിന്നെന്താ, പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള വിഭവം എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ ലാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ കസ്കസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇതൊരു കസ്കസ് ഒന്നും ജ്യൂസിലൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ 10ൻ്റെ പാക്കറ്റിൻ്റെ 2 കവർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെന്താ, അങ്ങനെ കീരാർന്ന് കടിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമല്ല. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ജ്യൂസും ഷവർമയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നലത്തെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.